മഴത്തോരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ബാലചന്ദ്രൻ ബബിതയും അതുപോലെ തന്നെ ഹരിയെയും അവിടെ നിർത്തിക്കൊണ്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിമിനൽസ് വന്നിട്ട് അലീനയെ വലിച്ചഴിച്ച് പുറത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? ഒരുപക്ഷെ അവർ ക്രിമിനൽസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടി കാണും. പക്ഷേ നിങ്ങൾക്ക് അത് എൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു. പകരം നിങ്ങൾ എന്താ ചെയ്തത്? ആ ക്രിമിനൽസിനെ ഹെൽപ്പ് ചെയ്തു. ഇത് കേട്ട ഹരി ചോദിക്കുന്നുണ്ട്, അച്ഛാ അവരാരും ക്രിമിനൽസ് അല്ലല്ലോ. ഹരിയും അതുപോലെ രാജീവൻ അങ്കിളും അല്ലേ ക്രിമിനൽസ് അല്ലേ അവര്? ആ നിൽക്കുന്ന അലീനയെ മയക്കുമരുന്ന് കൊടുത്തിട്ട് റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഹരി ഒന്നാന്തരം ക്രിമിനൽ അല്ലേ? ആണോടാ എന്ന് ചോദിക്കുമ്പോ അച്ഛന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ തലകുനിച്ച് നിൽക്കേണ്ടി വരികയാണ് രോഹിത്തിന്. അവന്റെ കൂടെ ചേർന്നിട്ട് ആ ക്രൈമിൽ പങ്കാളിയായ നീ ആരാണ്? അലീന കംപ്ലൈന്റ് ചെയ്യാത്തതുകൊണ്ടും പിന്നെ പോലീസ് നിങ്ങളെ പിടിക്കാത്തത് കൊണ്ടും നിങ്ങൾ ആരും ക്രിമിനൽസ് അല്ലാതാവുന്നില്ല. പിന്നെ നിങ്ങളുടെ രാജീവൻ അങ്കിള് എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ കയറി ഞാൻ കരം കൊടുക്കുന്ന വീട്ടിൽ കയറിയിട്ട് അതിക്രമം കാണിക്കാനുള്ള അധികാരം അയാൾക്കുണ്ടോ? ഒണ്ടോടി ബബിത എന്ന് ചോദിക്കുമ്പോൾ ബബിത ഇല്ല എന്ന് പറയാണ്. പിന്നെ ആരാണ് അയാൾക്ക് അതിന് സമ്മതം കൊടുത്തത്? നിങ്ങളുടെ അമ്മയുടെ സമ്മതം കൊടുത്തത്. പറ, ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ തെമ്മാടിയുടെ കൂടെ ചേർത്തതെന്ന് ചോദിക്കുമ്പോൾ ബബിത അമ്മ എന്ന് പറയാണ്. നിന്റെ അമ്മയ്ക്ക് കൊല്ലപ്പള്ളിയിൽ നിന്ന് സ്ത്രീധനം കിട്ടിയ വീടല്ല ഇത്. ആദ്യമേ പറഞ്ഞല്ലോ, ഇത് അച്ഛൻ പണിത വീടാണ്. അച്ഛനാണ് ഈ വീടിന്റെ കരമടയ്ക്കുന്നത്. അല്ല, അമ്മ പറഞ്ഞു അലീനയെ എന്ന് പറഞ്ഞിട്ട് ബബിത തുടങ്ങുമ്പോഴേക്കും അലീനയല്ല, അലീന ചേച്ചി. അലീന ചേച്ചിയെ ഇവിടുന്ന് പുറത്താക്കിയാലേ ഈ കുടുംബം രക്ഷപ്പെടൂന്ന് അമ്മ പറഞ്ഞു. പുറത്താക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോ ഈ കുടുംബം തകർന്നു പോകുന്നു പറഞ്ഞു. ആര് തകർക്കുന്ന്? അലീന ചേച്ചി. അവളുടെ കയ്യിൽ തോക്കുണ്ടോ? അവളുടെ കയ്യിൽ മിഷൻ ഗണ്ണുണ്ടോ? അതോ അവളുടെ കയ്യിൽ ഇരുമ്പിന്റെ ഒരു വടിയെങ്കിലും ഉണ്ടോ ഇവിടെ എല്ലാവരുടെയും തലക്കടിച്ചിട്ട് അവള് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുമ്പോ ബബിത എല്ലാത്തിനും ഇല്ല എന്നാണ് മറുപടി കൊടുക്കുന്നത്. ബുൾഡോസറോ JCB കൊണ്ടുവന്നിട്ട് ഈ വീട് മുഴുവൻ ഇടിച്ചു കളയോന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നും അല്ല അച്ഛാ. പിന്നെ എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു ഉദാഹരണം പറ. അലീന നിങ്ങൾക്കെതിരെ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി പറ. എന്തെങ്കിലും ഒരു നെഗറ്റീവ് മുട്ടുസൂചി കൊണ്ട് ഒരു കുത്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ വലിയൊരു കുറ്റമായിട്ട് തന്നെ എടുത്തോളാം. എന്തെങ്കിലും ഒന്ന് പറയാന്ന് പറയുമ്പോൾ ബബിതയ്ക്ക് പിന്നെ അതിന് മറുപടി ഒന്നും കൊടുക്കാനില്ല. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇന്ന് വയറ്റിന്ന് പോയില്ലെങ്കിൽ എനിക്കും വയറ്റിന്ന് പോവില്ല. എന്തോന്നാടി ഇതൊക്കെ? 19 വയസ്സായില്ലേ, നിനക്ക് സ്വന്തമായിട്ട് വ്യക്തിത്വം ഇല്ലേ, ചിന്തയില്ലേ? എല്ലാം അമ്മയുടെ കണ്ണിൽ കൂടെയാണോ കാണുന്നത്? നിന്നെയൊക്കെ ഞാൻ എന്തിനാണ് സ്കൂളിലും കോളേജിലും വിടുന്നത്? പഠിക്കാനെന്ന് പറയുമ്പോ എന്ത് പഠിക്കാൻ? മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാൻ, മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാനും അവരുടെ നാക്കിലൂടെ സംസാരിക്കാനും അവരുടെ ചെവിയിലൂടെ കേൾക്കാനും വേണ്ടിയിട്ടല്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് വൈജി അവിടെ നിൽപ്പുണ്ടല്ലോ. വൈജിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. വൈജിയെ ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ കേട്ടുവന്ന് സഹിക്കാൻ വയ്യാതെ കൈകൊണ്ട് ദേഷ്യം പിടിക്കുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. കാരണം ബാലചന്ദ്രന്റെ ചോദ്യങ്ങൾക്കും അതുപോലെ പറയുന്ന കാര്യങ്ങളിലൊന്നും തെറ്റില്ലാത്തത് കൊണ്ട് തന്നെ വൈജിക്ക് പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവിടെ നിൽക്കുവാണേ. അടുത്തതായിട്ട് ബാലേന്ദ്രന്റെ ചോദ്യം, ആപത്ത് നേരത്ത് ഓടി വന്നിട്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച അവരുടെ കൂടെ നിങ്ങൾ എന്താ പോകണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോ ആരുടെ കൂടെ എന്ന് ബബിത ചോദിക്കുന്നുണ്ടേ. നിങ്ങളുടെ കുഞ്ഞമ്മാവിന്റെയും ഹരിയേട്ടന്റെയും കൂടെ. അവരല്ലേ നിങ്ങളുടെ രക്ഷകൻ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. ഞാനിവിടെ ബഹനെ പോലെ എല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുകയല്ലേ. അപ്പോ നിങ്ങൾ ഓടി രക്ഷപ്പെടല്ലേ ചെയ്യേണ്ടത്? ഈ ചോദ്യങ്ങളെല്ലാം കേട്ടിട്ട് കണ്ണും പിടിച്ച് നിൽക്കുന്ന രാഹുലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? ഈ ചോദ്യങ്ങളെല്ലാം നിന്നോടും കൂടിയാണ് ചോദിക്കുന്നത്. എന്താടാ നിനക്ക് ഒന്നും പറയാനില്ലേ? ഇതിനാണോടാ നിന്നെ ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കാൻ? എടാ, മുഖത്ത് നോക്കിയിട്ട് തന്റെ ഇടത്തോട് കൂടിയിട്ട് പറയണം, അച്ഛന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ സുരക്ഷിതരല്ല എന്നും അച്ഛനെ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നും അച്ഛന്റെ ഏകാധിപത്യം ഞങ്ങളെ ശ്വാസം മുട്ടിക്കുകയും അതുപോലെ അച്ഛന്റെ പ്രവൃത്തിയില് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ള കാര്യവും അത് തുറന്നു പറയണം. വെറുതെ ഓരോന്ന് പറഞ്ഞാൽ പോരാ, റെഫറൻസും റെലവൻസും റെസ്പോൺസിബിലിറ്റിയും വേണം പറയുന്ന കാര്യങ്ങളില്. ഈ ചോദ്യങ്ങൾ കേട്ടിട്ടും തലകുനിച്ച് നിൽക്കുകയല്ലാതെ ഒരു മറുപടി പോലും ബബിതയ്ക്കും രോഹിക്കും പറയാനില്ല. അത് കണ്ട ബാലചന്ദ്രൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല അത് മാത്രമേ പറയാനുള്ളൂ. അവർക്കാർക്കും ഒരു മറുപടിയും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ബാലചന്ദ്രന് തന്റെ ഭാഗം വ്യക്തമാക്കണല്ലോ. അതിനു വേണ്ടിയിട്ട് അലീനയുടെ അടുത്ത് തന്റെ അരികിലേക്ക് വരാൻ വേണ്ടി പറയാണ്. അത് എന്തിനായിരിക്കും എന്ന മട്ടില് വൈജി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ. അലീന അരികിലേക്ക് ചെന്നിരുന്ന സമയത്ത് 2 ഷോൾഡറിലും ബാലചന്ദ്രൻ കൈകൾ വെക്കുന്നുണ്ട്. അത് കണ്ടിട്ട് വൈജിക്ക് ഒട്ടും സഹിക്കുന്നില്ല. വൈജ മറ്റൊരു കണ്ണുകളിലൂടെ മാത്രമാണല്ലോ അതെല്ലാം നോക്കി കാണുക. എല്ലാവരോടുമായിട്ട് പറയാണെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങ് തുടങ്ങുവാണേ. ഇന്ന് മുതൽ അലീന ഈ വീട്ടിലെ ഹോം നേഴ്സ് അല്ല, സെർവന്റ് അല്ല, അനാഥയുമല്ല, ബാലചന്ദ്രൻ മേനോന്റെ മകളാണ്. ബാലചന്ദ്രൻ ആ വാക്ക് പറയുന്ന സമയത്ത് വൈജയന്തിക്ക് ശരിക്കും ഒരു മുഖത്തടി കൊണ്ടതുപോലെയാണ് അവിടെ നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. എനിക്കിന്ന് മുതല്
3 പെൺമക്കളും ഒരു ആൺകുഞ്ഞുമാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അതേ അവകാശം അലീനയ്ക്ക് ഇവിടെയുണ്ട്. ഇവള് നിങ്ങളുടെ 3 പേരുടെയും ചേച്ചിയാണ്. ഇനി ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അവർക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റലിലോ ബോർഡിങ്ങിലോ എവിടെയെന്ന് വെച്ചാൽ താമസം ഏർപ്പാടാക്കി തരാം. നൈസായിട്ട് ബാലേന്ദ്രൻ പറഞ്ഞതാണ് പറ്റില്ലാത്തവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നുള്ള രീതിയിൽ. ഇപ്പൊ പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം എന്ന് പറഞ്ഞിട്ട് അലീന കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനോവേദന, ശാരീരിക ക്ലേശം ഇതിലെ ഏതെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ അടുത്ത് വന്നിട്ട് കംപ്ലൈന്റ് പറയാം. കാര്യകാരണ സഹിതം ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കും. എന്നാ ശരി, എനിക്ക് അല്പം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോവാണ്. ബബിതയും രോഹിയും വേറെ വഴിക്ക് പോകുന്നുണ്ട്. വൈജിയാണെങ്കിൽ റൂമിലേക്ക് കയറി പോവാണ്. പോകുന്നതിന് മുമ്പായിട്ട് അലീന ഒരു നോട്ടം നോക്കിയിട്ടാണ് പോകുന്നത്. അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം കൃഷ്ണമോളാണെങ്കിൽ അലീനയ്ക്ക് ചെന്ന് കെട്ടിപ്പിടിക്കുവാണ്. സന്തോഷമായോ എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ ആയെന്ന് പറയുകയാണേ. ശരി, ഞാൻ പോയിട്ട് ചായ ഇടട്ടെ എന്നുള്ള കാര്യം പറഞ്ഞ് അലീന പോകുമ്പോഴേക്കും വീണ്ടും പണി തുടങ്ങിയോ എന്നാണ് കൃഷ്ണമോളുടെ ചോദ്യം. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ തന്നെയാണ്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ചേച്ചിയല്ലേ, അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണ്ടേ? അത് കേൾക്കുമ്പോ കൃഷ്ണമോള് ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണമോളെ കെട്ടിപ്പിടിക്കാണ് കേട്ടോ അലീന ചെയ്യുന്നത്. നെറുക്കിൽ ഉമ്മ കൊടുക്കുകയും വീണ്ടും കൃഷ്ണമോളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് അലീന. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ട് കൃഷ്ണമോളെടുത്ത് സിറ്റൗട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വൈജ പറയുന്നുണ്ട്. എന്തിനാണ്? എന്നെ പിടിച്ചിട്ട് പുറന്തള്ളാൻ വേണ്ടിയിട്ടാണോ? നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വൈജ വിളിക്കുവാണേ. അങ്ങനെ കൃഷ്ണമോൾ പുറകെ ചെല്ലുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ റിസോർട്ടിലെന്ന് പറയാണേ. ഏത് റിസോർട്ടിലാണ്? റിസോർട്ടിന്റെ പേരൊന്നും എനിക്കറിയില്ല. അച്ഛന്റെ കയ്യില് ബില്ലുണ്ട്, വേണമെങ്കിൽ ഞാൻ അത് മേടിച്ചു തരാം. തനിക്ക് ബില്ലും പുല്ലൊന്നും വേണ്ട. അവിടെ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞങ്ങള് റിസോർട്ടില് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. 2 മുറിയിലോ അതോ ഒരൊറ്റ മുറിയിലോ എന്ന് ചോദിക്കുമ്പോ ഒരു വലിയ മുറി, ഞങ്ങൾ 3 പേരും അതിലായിരുന്നു. അലീനയെ നിങ്ങളുടെ മുറിയിൽ തന്നെയാണോ കിടത്തിയത്? അതെ. അവള് നിങ്ങളുടെ കൂടെയാണോ കിടന്നതെന്ന് ചോദിക്കുമ്പോ അതെ അമ്മേ, വലിയ കിങ് സൈസ് ബെഡായിരുന്നു. ഞങ്ങൾ 3 പേരും അതേ റൂമിലായിരുന്നു കിടന്നത്. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഞാനും അലീന ചേച്ചിയും കൂടി ഒരു പകുതി എടുത്തു, ബാക്കി പകുതി അച്ഛനും എടുത്തു. അച്ഛൻ ഏത് സൈഡിലാണ് കിടന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കൃഷ്ണമോട് പറയുന്നുണ്ട്, ദേ അമ്മ എന്നെ പൊട്ടിയാക്കരുത് എന്ന്. നീ പൊട്ടിയായത് കൊണ്ടല്ലേ അവരുടെ കൂടെ റിസോർട്ടിൽ ഇത്രയും ദിവസം കഴിഞ്ഞത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണായിരുന്നു? അച്ഛനെയും അലീന ചേച്ചിയും അവിടെ ഇട്ടിട്ട് പോരാനായിരുന്നോ എന്ന് ചോദിക്കുമ്പോ നീ നിന്റെ അച്ഛനോട് പറയണായിരുന്നു നിനക്ക് ക്ലാസ് ഉണ്ട്, പഠിക്കാനുണ്ട്, അതൊക്കെ മിസ്സാവും എന്നുള്ള കാര്യത്തെ കുറിച്ച്. അവിടെ തനിക്കും കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു എന്ന് അലീന പറയുന്നത് കേൾക്കുമ്പോ അവിടെ എന്ത് പഠിക്കാനെന്ന് വൈജി ചോദിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്കൂളിലെ ക്ലാസ്സുകളൊന്നും മിസ് ചെയ്തുകൊണ്ട് തനിക്ക് നഷ്ടമൊന്നും വന്നില്ല. അതിനേക്കാളും വലിയ ക്ലാസ്സുകളായിരുന്നു അവിടെ എന്ന് പറയുമ്പോ കൃഷ്ണമോള് എന്താ ഉദ്ദേശിക്കുന്നതെന്ന കാര്യം വൈജിക്ക് മനസ്സിലായില്ലല്ലോ. അതുകൊണ്ട് റിസോർട്ടിലൊന്ന് ചോദിക്കാണ്. അച്ഛന്റെയും അലീനയുടെയും സ്റ്റഡി ക്ലാസ് ആയിരിക്കും. അമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന്. അതൊന്നും അല്ല അമ്മേ. അമ്മയൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അലീനയും കൂടി ചേർന്നിട്ട് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവരുടെ പക്ഷത്താക്കി. അല്ലെങ്കിൽ ഞാൻ അച്ഛന്റെയും അലീന ചേച്ചിയുടെയും പക്ഷത്ത് തന്നെയായിരുന്നല്ലോ അമ്മേ. അലീന ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വഴക്കൊഴിവാക്കുന്നു കരുതിയിട്ട് മാത്രമാണ് ഞാൻ അലീന ചേച്ചിയെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അലീന ചേച്ചിയെ അമ്മ ഇവിടുന്ന് ഒരിക്കലും പുറത്താക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. അച്ഛനുമായിട്ട് അമ്മ വഴക്കടിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ പതിയെ പതിയെ പ്രശ്നങ്ങളെല്ലാം തേഞ്ഞു മാഞ്ഞു പോയേനെ. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നീ ആരാണെന്ന് വിചാരിച്ചിട്ടാണ് വലിയ വർത്താനം പറയുന്നതെന്നൊക്കെ വൈജി ചോദിക്കുമ്പോ അമ്മ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അച്ഛനോട് വഴക്കടിക്കാൻ പോലെ. പിന്നെ അലീന ചേച്ചി സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, ദ്രോഹിക്കല്ലേ, അത് വലിയ തെറ്റാണ്. മനസ്സിലായി, തനിക്കെല്ലാം മനസ്സിലായി എന്ന് വൈജ പറയുമ്പോ അമ്മ പ്ലീസ് ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ പോട്ടെ, അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. അച്ഛന് മാറാനോ ഇതിൽ കൂടുതൽ ടോളറേറ്റ് ചെയ്യാനോ പറ്റത്തില്ല. അലീന ചേച്ചിക്ക് ഇവിടുന്ന് പോകാനും പറ്റും. അവൾ ആരെങ്കിലും ഇവിടെ പിടിച്ച് ചങ്ങലക്കിട്ടിരിക്കുകയാണോ? അവൾക്ക് പോവാൻ വേണ്ടി വയ്യാത്തതിന്റെ കാരണം വേണ്ടേ? അമ്മ സ്വന്തം മക്കളെയും ജോലിയും നോക്കി ഈശ്വരനെ മനസ്സിൽ വിചാരിച്ചിട്ട് മനസ്സിൽ കയറിയിരിക്കുന്ന വിഷം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് ഒന്ന് അടങ്ങിയിരിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോ ഇതാണ് നിനക്ക് കിട്ടിയ സ്റ്റഡി ക്ലാസ് അല്ലെ? ബാക്കി താൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വൈജ അവിടെ നിന്ന് പോകുമ്പോ അമ്മ അവിടെ നിന്നേന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ വൈജ ഉള്ളിലേക്ക് കയറി പോവാണ്. വൈജ അവിടുന്ന് നേരെ ചെല്ലുന്നത് അമ്മയുടെ മുറിയിലേക്കാണ്. അമ്മയുടെ അടുത്ത് ചെന്ന ഉടനെ തന്നെ അമ്മ അറിഞ്ഞു കാണുമല്ലേ എന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ ഇപ്പോ 19ാമത്തെ അടവ് എടുത്തിരിക്കുകയാണ്. വേലക്കാരിയാകുമ്പോൾ മാത്രമാണല്ലോ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി പറ്റുക. ദത്തുപുത്രിയാകുമ്പോ അത് പറ്റില്ലല്ലോ. അതിനുവേണ്ടി കണ്ടുപിടിച്ച ബുദ്ധിയാണെന്നൊക്കെ വൈജ പറയുന്നത് കേൾക്കുമ്പോ അവനെ പെൺമക്കളില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരെണ്ണത്തിനെ ദത്തെടുത്തത്? എവിടുന്ന് ദത്തെടുത്തു എന്ന് ചുമ്മാ പറയുന്നതല്ലേ. ദത്തെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദത്തുപുത്രിയാവോ? അതിനൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ട്. ഇത് വെറുതെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ്. ആ പെണ്ണ് ഇവിടെ ജോലിയെല്ലാം ചെയ്തിട്ട് വല്ല മൂലക്കിൽ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിയേനെ. ഈ കാര്യങ്ങളെല്ലാം ഇത്രയും വഷളാക്കിയത് നീയാണ്. അതിനെ കുത്തിയും ചവിട്ടിയും മാന്തിയും ഒടുക്കം ദത്തുപുത്രിയുടെ സ്ഥാനത്തെത്തിച്ചു. അവള് ദത്തുപുത്രിയായിട്ട് ഇവിടെ അങ്ങ് ഇരുന്നോട്ടെ. വൈജയന്തി ഇവിടെ അങ്ങ് പോവാണ്. നീ എങ്ങോട്ടാ പോകുന്ന വൈജയെന്ന് അമ്മ ചോദിക്കുന്ന സമയത്ത് അവളുടെ
ദാസിയായിട്ട് ഇവിടെ കഴിയാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത്രയും തരംതാന്നുകളൊന്നുമല്ല ഈ വൈജയന്തി എന്ന് പറയുമ്പോൾ വൈജയന്തി വെറുതെ മണ്ടത്തരം കാണിക്കരുത്. അവരവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ മണ്ടത്തരം. എന്റെ വീട് ആയിരുന്നു. ബാലേന്ദ്രൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ആ നശിച്ചവളെ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടി കൊണ്ട് വരുന്നത് വരെ അന്നു മുതൽ ഇത് എന്റെ വീടല്ല, പിന്നെ ആരുടെ വീടാണ്? ബാലേന്ദ്രന് ആരെയാണോ വേണ്ടത് അവളുടെ വീട്. ബാലേന്ദ്രൻ നിന്നെ വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞോ? ഇല്ലല്ലോ എന്ന് അമ്മ ചോദിക്കുമ്പോ എന്നത്തിനാ പറയുന്നത്? പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നുണ്ടല്ലോ. ബാലേന്ദ്രന്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലുണ്ട് നിന്നെ വേണ്ട, നിന്നെ ഈ വീട്ടിന് ആവശ്യമില്ല എന്ന്. വൈജയ് നീ വെറുതെ എഴുതാപുറം വായിക്കില്ലേ എന്ന് അമ്മ പറയുന്ന സമയത്ത് അമ്മ ഉൾപ്പെടെ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തു. അവള് പാവാണ്, നിഷ്കളങ്കയാണ്, പുണ്യാളത്തെയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ആരായി, അവൾ ആരായി ഇപ്പോ? ഇതെല്ലാം വൈജ് കാണുന്ന കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്ന് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിലും അന്നും ഇന്നും എനിക്ക് തന്നെയാണല്ലോ കുറ്റം. അന്ന് ഞാൻ അമ്മയോടും അച്ഛനോടും എന്റെ 3 ആങ്ങളമാരോടും കാല് പിടിച്ച് കരഞ്ഞ് ഞാൻ പറഞ്ഞതല്ലേ ഈ കല്യാണം എനിക്ക് വേണ്ട എന്ന്. എനിക്ക് ആരെയും കല്യാണം കഴിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയേനെ. എല്ലാവരും കൂടി ചേർന്നിട്ട് എന്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ ഇങ്ങനെ. നിങ്ങളെല്ലാവരും ചെയ്തത് തെറ്റിന്റെ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. എനിക്കിത് വേണ്ടായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് വൈജയന്തി പറയാണേ. എടി കൊല്ലം 10-22 കഴിഞ്ഞു പോയില്ലേ, ഇപ്പോഴാണോ നീ വേണ്ടായിരുന്നു എന്ന് പറയുന്നത്? അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആരും കേട്ടില്ല. എടി നീ വേറൊരു വഴിക്ക് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അലീനയെ പുറത്താക്കിയ വാശിക്ക് ബാലേന്ദ്രൻ അവളെ ചെന്ന് തിരിച്ചു വിളിച്ചു. അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അവന്റെ സ്ഥാനത്ത് കുഞ്ഞിരാമേട്ടനാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ തിരിച്ചോണ്ട് വരെ മാത്രമല്ല ഒരു പത്തലെടുത്തോണ്ട് വന്നിട്ട് എല്ലാത്തിന്റെയും പുറത്ത് അടിച്ചു നമർത്തേനെ. ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഇനി നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അവളെ അടിച്ചിറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദത്തുപുത്രി എന്നുള്ള കാര്യം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അവളുടെ തലയിലേക്ക് കിരീടമെടുത്ത് വെക്കുകയോ പത്രസമ്മേളനം നടത്തിയിട്ട് പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. അല്ലെങ്കിൽ അവൾക്ക് സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉടനെ ചെയ്യും. രോഹിത്തിനെയും അതുപോലെ തന്നെ കൃഷ്ണമോൾക്കും ബബിതയും പോലെ തന്നെ അവൾക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. വാഗൊണ്ട് എന്താടി പറയാൻ വേണ്ടി പറ്റാത്തത്? ശരിക്കും എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത്? അവള് ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തിട്ട് ആ മൂലക്കിൽ പോയിട്ട് ചുരുണ്ട് കിടക്കും, അത്രേ ഉള്ളൂ. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ അപമാനം സഹിച്ചുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണേ മുത്തശ്ശി. ശിവേട്ടനെയും രാജീവേട്ടനെയും ഞാൻ വിളിക്കുന്നുണ്ട്. അവരോടും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. എന്റെ മക്കളെ ഞാൻ കൂടെ കൊണ്ടുപോകും. വൈജയന്തിയെ തോൽപ്പിക്കാന്ന് ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്നതോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്.